ഈ നാസ വിക്ഷേപിച്ച വോയേജർ എന്ന പേടകം ഇത് ഒരു പ്രകാശ ദിവസം പിന്നിട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വോയേജർ എന്ന പേടകം എന്താണ്? ഓക്കെ, ഇത് ഉദ്ദേശിച്ചത് വോയേജർ എന്ന് പറഞ്ഞാൽ ഈ സഞ്ചാരി എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഭൂമി ഉൾപ്പെടുന്ന ഈ ലോകം ഉണ്ടല്ലോ, നമ്മുടെ ഭൂമി ഉൾപ്പെടുന്ന ലോകം നമ്മുടെ കൺസെപ്റ്റിൽ നവഗ്രഹങ്ങൾ, സൂര്യനും അതിനെ ചുറ്റുന്ന 9 അല്ലെങ്കിൽ 8 ഗ്രഹങ്ങൾ, ഇതിനപ്പുറമുള്ള ഒരു ലോകത്ത് മനുഷ്യ സമാനമായ ജീവജാലങ്ങളുണ്ടോ അല്ലെങ്കിൽ ജീവിതമുണ്ടോ, അങ്ങനെ ഉള്ളൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിക്ഷേപിച്ച ഒരു പേടകമാണ് ഈ വോയേജർ. 1977 ഈ ദൗത്യം 2 പേടകങ്ങളാണ് അയച്ചത്, വോയേജർ 1ഉം വോയേജർ 2ഉം. പക്ഷേ വോയേജർ 2 ആണ് ആദ്യം വിക്ഷേപിച്ചത്. വോയേജർ 1 അതിന് ശേഷം 16 ദിവസത്തെ ഇടവേളയിലാണ് ഇത് വിക്ഷേപിച്ചത്. ആദ്യ വിക്ഷേപണം നടക്കുന്ന ഓഗസ്റ്റ് 20-ന്, രണ്ടാമത്തത് സെപ്റ്റംബർ 5-ന്. അപ്പോൾ എന്തുകൊണ്ട് ഈ വോയേജർ 2 ആദ്യം വിക്ഷേപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ രണ്ട് സഞ്ചാരപഥത്തിലൂടെ സഞ്ചരിക്കുന്നതായിരുന്നു. ഈ വോയേജർ 2 എന്ന് പറയുന്നത് കുറച്ച് സ്ലോയിലായിരുന്നു, വോയേജർ 1 കുറച്ചുകൂടി വേഗതയിലായിരുന്നു. അപ്പോൾ ഈ 2 പേടകങ്ങളുടെയും പ്രാഥമികമായ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ വ്യാഴം, ശനി കൂടാതെ യുറാനസും നെപ്റ്റ്യൂണും ഈ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായ ദൗത്യം. അപ്പോൾ ഇവർ നമ്മുടെ ഇത് അയക്കുമ്പോൾ നമ്മുടെ ഈ നാസ കണക്ക് കൂട്ടിയത് 5 വർഷം ആണ് ഇതിൻ്റെ ദൗത്യ കാലാവധി. അപ്പോൾ 77 വിക്ഷേപിച്ച് 81 ഇതിൻ്റെ ദൗത്യം അവസാനിക്കും. ഒരു 10ഓളം ഉപകരണങ്ങൾ ആ സമയത്ത് ഈ പേടകങ്ങളിൽ ഉണ്ടായിരുന്നു. മൊത്തം ഭാരം 773 കിലോയാണ് ഒരു പേടകത്തിൻ്റെ ഭാരം. അതിൽ ഒരു 10 വശങ്ങളുള്ളൊരു പെട്ടി പോലെയുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഭാഗം. അതിന് മാത്രം ഏതാണ്ട് 1.8 മീറ്റർ വീതിയുണ്ട്, അല്ലെങ്കിൽ വലിപ്പം അത്രയേ ഉള്ളൂ. ഒരു വലിയൊരു ഡിഷ് ആൻറ്റിന അതിൽ വെച്ചിട്ടുണ്ട്. അത് വെച്ചാണ് നമ്മുടെ ഭൂമിയിലേക്ക് സന്ദേശങ്ങൾ അയക്കുന്നത്. ആ ഡിഷ് ആൻറ്റിനയ്ക്ക് മാത്രം 12 അടി വ്യാസമുണ്ട്. പിന്നെ 2 കൈകൾ 2 വശങ്ങളും വെച്ചിട്ടുണ്ട്. അതിലൂടെയാണ് ഇതിൻ്റെ മറ്റു ഉപകരണങ്ങളൊക്കെ മെയിൻ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് വെച്ചേക്കുന്നത്. ആ 2 കൈകൾക്കും 13 മീറ്ററോളം നീളമുണ്ട്. ഇതാണ് ഈ 2 പേടകങ്ങൾ, 2 ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഈ വ്യാഴം, ശുക്രൻ, അതേപോലെ നമ്മുടെ യുറാനസ്, നെപ്റ്റ്യൂൺ, വ്യാഴം, ശനി, അതേപോലെ യുറാനസ്, നെപ്റ്റ്യൂൺ, ഇതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് പ്രാഥമിക ലക്ഷ്യമെങ്കിലും ഇതിൻ്റെ ഇടയിൽ വേറെ 2 സംഗതികൾ കൂടി നടന്നു. അത് ഈ വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഉപഗ്രഹങ്ങളെക്കുറിച്ച് ഇത് പഠനം നടത്തി. അപ്പോൾ പറയുകയാണെങ്കിൽ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ അയോ എന്ന് പറയുന്ന ഉപഗ്രഹത്തിൻ്റെ സജീവ അഗ്നിപർവ്വതങ്ങളെക്കുറിച്ച് വോയേജർ 1 പഠനം നടത്തി. അതേപോലെ ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ, അവൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ചും നമ്മുടെ വോയേജർ 1 പഠനം നടത്തി. അപ്പോൾ ഇതിന് ശേഷം ഈ ടൈറ്റൻ, ശനിയുടെ ടൈറ്റണിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വോയേജർ 1നെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ പാതയിൽ ചെറിയൊരു വ്യതിയാനം ശാസ്ത്രജ്ഞന്മാർ വരുത്തി. അതിനുശേഷം ഇത് ഈ സൗരയുധത്തിൻ്റെ ആ ഒരു പാതയുടെ നേരെ മുകളിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അതിവേഗതയിൽ തെറിച്ചുപോയി. അപ്പോൾ അതോടുകൂടിയാണ് ഇവർ ഈ 5 വർഷം നീണ്ടു നിന്ന ഈ ദൗത്യത്തെ ഒരു നക്ഷത്രാന്തര ദൗത്യം, അതിനെക്കുറിച്ചുള്ളൊരു ചിന്ത വന്നത് അപ്പോഴാണ്. പക്ഷെ കൃത്യമായി പറഞ്ഞാൽ 89 വോയേജർ 2 നെപ്റ്റ്യൂണിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നാസ ഇതിനെ ഒരു നക്ഷത്രാന്തര, ഇൻ്റർസ്റ്റെല്ലർ എന്നൊക്കെ പറഞ്ഞ ഒരു സിനിമ വന്നിട്ടുള്ളത്, ഒരു ഇൻ്റർസ്റ്റെല്ലർ ദൗത്യമായിട്ട് ഇതിനെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ നമ്മുടെ സൗരയൂഥവും കടന്ന് ശൂന്യതയിൽ, സൗരയൂഥത്താണ് തൽക്കാലം നമുക്ക് ഈ പ്രകാശമുള്ളതെന്ന് തൽക്കാലം സൂര്യപ്രകാശമുള്ള, അല്ലെങ്കിൽ സൂര്യൻ്റെ കാന്തിക വലയം എന്ന് പറയാം. അതായത് ഈ സൂര്യനെ ചുറ്റി ഈ 9 ഗ്രഹങ്ങളും ചുറ്റി കറങ്ങുന്നതിൻ്റെ കാരണം സൂര്യൻ്റെ കാന്തിക വലയത്തിൽ ഇത് ബന്ധിച്ച് നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിനെയും ഭേദിച്ച് പുറത്തുള്ളൊരു ലോകത്തെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടായിരുന്നില്ല. അപ്പോൾ ആ രീതിയിൽ ഈ പറയുന്ന 2 പേടകങ്ങളും ഈ സൂര്യൻ്റെ കാന്തിക വലയം ഭേദിച്ച് പോയി. ഇപ്പോൾ കൃത്യം പറയുകയാണെങ്കിൽ വോയേജർ 1 2012-ലും വോയേജർ 2 2018-ലും സൂര്യനുമായി നമ്മുടെ ഈ സൗരയൂഥവും കടന്നങ്ങ് പോയി. ഇപ്പോൾ ഈ വോയേജർ 1 2026 നവംബറിൽ നമ്മുടെ ഒരു പ്രകാശ ദിവസം എന്ന് പറയുന്ന ദൂരത്തേക്ക് പോകും. അപ്പോൾ ഒരു പ്രകാശ ദിവസം എന്ന് പറഞ്ഞാൽ പ്രകാശരശ്മി ഒരു ദിവസം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം. പ്രകാശത്തിൻ്റെ വേഗത കൂടി നോക്കണം. മണിക്കൂറിൽ 108 കോടി കിലോമീറ്ററാണ് പ്രകാശം സഞ്ചരിക്കുക. അപ്പോൾ അങ്ങനെ 24 മണിക്കൂർ കൊണ്ടൊരു പ്രകാശം സഞ്ചരിച്ചാൽ എത്ര ദൂരമുണ്ടോ അത്രയും ദൂരമാണ് ഈ സംഗതി എത്തുക എന്ന് പറയുന്നത്. അപ്പോൾ
അതിൻ്റെ ഏകദേശ ദൂരം കണക്കാക്കുന്നത് 25.9 ബില്യൺ കിലോമീറ്റർ ദൂരം ഭൂമിയിൽ നിന്ന് മനുഷ്യനിർമ്മിതമായൊരു വസ്തു പോകുന്ന പരമാവധി ഇതുവരെയുള്ള ഏറ്റവും വലിയ ദൂരമായിരിക്കും അത്. അതാണ് 2026 നവംബർ 18 ഈ വോയേജർ 1 എത്തുക. വോയേജർ 2വും ആൾ മോശമല്ല. വോയേജർ 2വും ഈ പറയുന്ന 2018 സൗരയൂഥമൊക്കെ ഭേദിച്ച് അതും പോയിട്ടുണ്ട്. ഏതായാലും ഈ 2 പേടകങ്ങളും അതിവേഗതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ പറയുന്ന രീതിയിൽ ഇവർ കൊടുക്കുന്നൊരു പാത അല്ലാതെ തെറ്റിപ്പോകുമ്പോൾ ആ ലക്ഷ്യം തെറ്റൂലേ? അതായത് ഇത് പറഞ്ഞു തരാം. നമുക്ക് ഈ അവരുടെ ഉദ്ദേശിച്ച ലക്ഷ്യം നേടുക അതുവരെ ഉണ്ടായിരുന്നുള്ള ശാസ്ത്രജ്ഞന്മാരുടെ ഒരു നിയന്ത്രണം ഇപ്പൊ ഈ 2 പേടകങ്ങൾ സ്വതന്ത്രമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്രമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അതിൻ്റെതായ സഞ്ചാരപഥത്തിൽ കൂടെ അത് കാരണം നമ്മൾ ഈ ഷോർട്ട് പുട്ട് കണ്ടിട്ടില്ലേ? ഷോർട്ട് പുട്ട് ഒരു ഭാരമുള്ള വസ്തുവിനെ ഒരു ചരട് കൊണ്ട് അല്ല ഒരു ഇരുമ്പ് ചരട് കൊണ്ട് ബന്ധിച്ചിട്ടാണല്ലോ നമ്മൾ കറക്കുക. ആ ഭാരമുള്ള വസ്തു അതിൽ നിന്ന് വിട്ടുപോയാലുള്ള അവസ്ഥ ആലോചിക്കുക. ആ കറക്കത്തിന്റെ ആക്കത്തിൽ അങ്ങ് തെറിച്ചു പോകുമല്ലോ എന്ന് പറയുന്നത് പോലെ ഈ പേടകത്തെ ഈ വോയേജർ 1 നമ്മുടെ വ്യാഴത്തിനും അതേപോലെ തന്നെ ശനിയുടെയും അടുത്ത് വന്നപ്പോൾ അതിൻ്റെ വലിയ കാന്തിക മണ്ഡലമുണ്ട്. ആ വലയത്തിൽ നിന്ന് തെറിച്ചുപോയി. അതായത് സ്ലിംഗ് ഷോട്ട് എന്നാണ് അതിന് പറയുക. അവിടെ നിന്ന് തെറിപ്പിച്ചു കളഞ്ഞു. ആ വേഗതയിലാണ് ഇത് ഇത്ര വേഗതയിൽ കുതിച്ചു പായാൻ തുടങ്ങിയത്. ഇപ്പോൾ വോയേജർ 1ൻ്റെ വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ 61,146 കിലോമീറ്റർ വേഗതയിലാണ് അതിവേഗതയിൽ കുതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വേഗത ഉണ്ടാകാനുള്ള കാരണം ഇതാണ്. ഒരു വർഷം ഈ പേടകം സഞ്ചരിക്കുന്ന ഏതാണ്ട് 52 കോടി കിലോമീറ്ററാണ്. അപ്പോൾ അത്രയും വേഗതയിൽ സഞ്ചരിച്ചിട്ടും ഈ സമയം കൊണ്ട് 77 വിക്ഷേപിച്ച ഈ പേടകം ഒരു പ്രകാശ ദിവസമേ ഈ നവംബർ 18 ആകുമ്പോൾ എത്തുള്ളൂ. അപ്പം നമ്മൾ മറ്റ് സ്ഥലങ്ങളിലുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടെ ഭൂമിക്ക് സമാനമായ ജീവൻ സാധ്യതയുണ്ടെന്നോ കണക്കാക്കപ്പെടുന്ന സംഗതികളെക്കുറിച്ചോ ഒക്കെ ഇത്ര പ്രകാശവർഷം അകലെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 77 വിക്ഷേപിച്ച ഈ വോയേജർ ഇത്രയും കാലം കൊണ്ട് ഇത്രയൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ പിന്നിൽ കുറേ രസകരമായ സംഗതികൾ കൂടിയുണ്ട്. ഇത് വിക്ഷേപിക്കുന്ന സമയത്ത് നാസയിലെ സയൻറ്റിസ്റ്റുകൾക്ക് ഇത് ഇത്രയും കാലം ഏതാണ്ട് 40 വർഷത്തോളം ഇത് അതിജീവിക്കുമെന്ന് യാതൊരു കണക്കൂട്ടലും ഉണ്ടായിരുന്നില്ല. ഒരു സാധ്യത കണ്ടിരുന്നു. അതുകൊണ്ട് അവർ ബുദ്ധിപരമായിട്ടൊരു കാര്യം കൂടി ചെയ്ത് 2 പേടകത്തിലും ഓരോ ഗോൾഡൻ ഡിസ്ക് അടക്കം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഗ്രാമഫോണിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് വിനൈൽ ഡിസ്ക് അത് തന്നെയാണ്. അത് ചെമ്പിൽ തീർത്ത ഡിസ്കിൽ സ്വർണ്ണ പ്ലേറ്റിംഗ് ചെയ്ത് ഒരു അലൂമിനിയം ഫോയിലിൻ്റെ അകത്ത് അടക്കം ചെയ്തേക്കുക. കാര്യം ചൂടിനെ അതിജീവിക്കാൻ വേണ്ടി. അപ്പോൾ അതിൽ ഭൂമിയിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി വിവരങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും അന്യഗ്രഹ ജീവികൾ ഇത് കണ്ടെത്തിയാൽ ഭൂമിയിൽ നിന്ന് വന്നതാണെന്ന് തിരിച്ചറിവ് അവർക്കുണ്ടാകാനും അതിനോട് റെസ്പോണ്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിലുള്ളത് ഏതാണ്ട് 55ഓളം ഭാഷകൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൽ മലയാളവും ഉണ്ട്. ആ മലയാളത്തിലൊരു ശബ്ദ സന്ദേശമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: നമസ്കാരം, എല്ലാ മലയാളികൾക്കും എൻ്റെ സൗഹൃദപരമായ ആശംസകൾ. ഒരു പുരുഷ ശബ്ദത്തിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 115ഓളം ചിത്രങ്ങൾ, 90ഓളം സംഗീതങ്ങൾ, 19ഓളം ശബ്ദങ്ങൾ, ഇതൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അതിൽ പലരുടെയും ആശംസകളുണ്ട്. ഇപ്പോൾ അമ്മ കുഞ്ഞിനെ പരിലാളിക്കുന്ന സമയത്തുള്ള ശബ്ദങ്ങൾ, അതേപോലെ ട്രാക്ടറിൻ്റെയും മറ്റ് യന്ത്രസാമഗ്രികളുടെയൊക്കെ ശബ്ദം, നമ്മുടെ തിമിംഗലം അതിൻ്റെയൊക്കെ ശബ്ദം. അങ്ങനെ ഇത് കണ്ടെത്തിക്കഴിഞ്ഞാൽ ഭൂമിയെക്കുറിച്ചൊരു ഏകദേശ ധാരണ കിട്ടണം എന്ന് കണക്കാക്കി പരമാവധി സംഗതികൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്ക് മാത്രം വിട്ടിട്ട് കാര്യമില്ലല്ലോ, അത് പ്ലേ ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ ഈ ഗ്രാമഫോണിലൊരു സൂചി പോലൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അതടക്കം നാസ ഇതിൽ അടക്കം ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് അയച്ചേക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഇത്രയും കാലം കൊണ്ട് ഒരു പ്രകാശ ദിവസം അകലെ എത്തിയിട്ടുള്ളൂ. ഇപ്പം നമ്മൾ സാധ്യത കാണുന്ന ജീവനുണ്ടെന്ന് സാധ്യത കാണുന്ന നക്ഷത്ര സമൂഹങ്ങളൊക്കെ ഇവിടുന്ന് 100 150 ഒക്കെ പ്രകാശവർഷം അകലെയാണ്. ഒരു പക്ഷേ ഒരു 10,000 15,000 വർഷം കഴിഞ്ഞ് ഈ പേടകം അവിടെ എങ്ങാനും എത്തിപ്പെട്ടാൽ അവിടെയുള്ള ജീവജാലങ്ങൾ ഉണ്ടെങ്കിൽ, മനുഷ്യനെ പോലെ ബുദ്ധിയും ബോധമുള്ള ആൾക്കാരാണെങ്കിൽ, ചിലപ്പോൾ നമ്മളെക്കാൾ ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ ഇത് കണ്ട് മനസ്സിലാക്കി ഇങ്ങനൊരു സാധ്യതയെക്കുറിച്ച് അവർ മനസ്സിലാക്കിയേക്കാം എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇവർ തുടങ്ങിയ സമയത്ത് ഒരു 5 വർഷത്തെ ദൗത്യമാണ് ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഒരു പ്ലൂട്ടോണിയം ആറ്റോമിക് ബാറ്ററി ഉണ്ട്.
അതാണ് ഈ പേടകത്തിന് വേണ്ടിയിട്ടുള്ള വൈദ്യുതി നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ തുടക്കകാലത്ത് 10 ശാസ്ത്രീയ ഉപകരണങ്ങൾ ഈ പേടകത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപ്രകാരം നമ്മളെ ഈ വ്യാഴത്തിൻ്റെയും അതേപോലെ ശനിയുടെയൊക്കെ വലിയ രീതിയിലുള്ള നല്ല മിഴിവാർന്ന ചിത്രങ്ങളടക്കം നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടിയ ഇതിൽ നിന്നാണ്. പിന്നെ ഇതിൻ്റെ ആയുസ് ദീർഘിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രമേണ ഓരോ ഉപകരണങ്ങളും സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇത് പ്രകാരം അവിടെ നിന്ന് കിട്ടുന്ന ഇപ്പോൾ 2 ഉപകരണങ്ങൾ മാത്രമേ ഇപ്പോൾ ഈ പേടകത്തിൽ പ്രവർത്തിക്കുന്നുള്ളൂ. ഇനി ഈ ഒരു പ്രകാശ ദിവസം അകലെ ഈ പേടകം എത്തുമ്പോൾ ഇവിടെ നിന്നൊരു സന്ദേശം അങ്ങോട്ടേക്ക് പോകുമ്പോഴും അവിടെ നിന്നൊരു സന്ദേശം ഇങ്ങോട്ടേക്ക് വരുന്നതിന് 24 മണിക്കൂർ എടുക്കും, ഒരു ദിവസം എടുക്കും. ആ രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും ഈ വോയേജർ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. അത് ഞാൻ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ഒരു ജീവൻ്റെ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അവർക്ക് ഒരു സൂചന കൊടുക്കുക എന്നുള്ള ഒരു ശ്രമം അതാണ്. അത് വിജയിക്കാതിരിക്കുക കണ്ടറിയാം. ഏതായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതെ.